ഹലോ. ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കോലത്തിൽ ഞാൻ വീഡിയോ ചെയ്യാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് പറയണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ആ തോന്നുന്ന സമയം എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാൾ വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോയുമായിട്ട് വന്നപ്പോൾ എന്നെ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. അത് ഒരു നിസ്സാര അക്രമമായിട്ട് കാണുന്നവർക്ക് തോന്നാം, അനുഭവിച്ചവർക്കാണ് അത് വേദന. അതിൻ്റെ വേദന എന്ന് പറയുന്നത് എപ്പോഴും ആർക്കായിരിക്കും? അത് അനുഭവിക്കുന്ന ആൾക്കാർക്കാണ് അതിന് വേദന ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ നിരന്തരം ഒരു സമൂഹത്തിനെയും ഒരു വായെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ ആ സംസാരം എന്ന് പറയുന്നത് വലിയ ഭീഷണികളുടെയും ഭയങ്കര ഗുണ്ടായിസത്തിൻ്റെയും ഒക്കെ ഭയങ്കരമായ ഒരു കാര്യമാണ് ഞാൻ നേരിടേണ്ടതായിട്ട് വന്നത്. ഞാൻ മാത്രമല്ല നേരിട്ടത്, അതാണ് വേറൊരു വിഷയം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ജീവിതത്തിൻ്റെതായാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഫ്ലുവൻ്റായിട്ട് നേരിടുന്ന ഒരാളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റിനുമുള്ള ഒരുപാട് പേര് വിഷമിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. ഞാൻ പ്രതി മറ്റുള്ളവർ വിഷമിക്കുന്നു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ വിഷമിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം വീട്ടുക എന്നുള്ളതൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത്, സാധാരണ സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരാൾ ഒരു അലിഗേഷൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് ആരാണ്? ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. പക്ഷേ എൻ്റെ ഭാഷാ ശൈലിയൊക്കെ വളരെ മാന്യമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രൂരമായ ആരൊക്കെ എന്തൊക്കെ പറയുന്നോ അതിനെ ഞാൻ നല്ല ഭാഷാ ശൈലിയിൽ ഞാൻ അവർക്ക് തിരിച്ചടികൾ കൊടുത്തു. അത് എൻ്റെ ശൈലിയാണ്. അത് കണ്ടിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് കാണിച്ചിട്ടോ പിന്നെ എന്നെപ്പോലെ ആകാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമതയും ആകുലതയൊക്കെ കൊണ്ടുനടന്നിട്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. എന്നെക്കുറിച്ച് ഞാൻ സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ.